ഹായ് എവരിവൺ, ഇറ്റ്സ് മീ അമീർ യൂസഫ്, ഡയറക്ട് സെല്ലിംഗ് എന്റർപ്രണർ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സപ്ലിമെൻ്റ് ആണ്. ഇത് നമുക്കറിയാം, കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് മൈഗ്രെയിൻ. അപ്പോൾ ഈ മൈഗ്രെയിൻ വന്നാൽ നമുക്ക് നല്ല തലവേദന ഉണ്ടാവും. അതുപോലെ സ്മെല്ല്, നമുക്ക് സ്പ്രേ ഒക്കെ അടിക്കുമ്പോൾ നല്ല തലവേദന വരും. അതുപോലെ നമ്മൾ വെയിലത്ത് നോക്കാൻ പറ്റില്ല, നോക്കിയാൽ തന്നെ നല്ല തലവേദന, ഇങ്ങനത്തൊക്കെ ചിലർക്ക് നല്ല ഛർദി കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പറ്റുന്ന ഒരു സപ്ലിമെൻ്റാണ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സപ്ലിമെൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് മൈഗ്രെയിൻ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് 3 ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. 1 അസറോള ചെറി, 2 സിട്രിക് ഫ്ലവനോയിഡ്, 3 എൻസജിനോൾ. ഈ ഒരു 3 ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇൻ്റലക്റ്റ് എന്ന ഒരു സപ്ലിമെൻ്റ് കഴിച്ചിട്ട് നമ്മളെ മൈഗ്രെയിന് ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറിയ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ ഒരു റിലേറ്റീവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മൈഗ്രെയിന് വേണ്ടി നിങ്ങൾ കുറേ ഡോക്ടറെ കാണിച്ചു, എവിടെയൊക്കെ കാണിച്ചു? 2-3 ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ? ലാസ്റ്റ് കാണിച്ചത് ചേവായൂരുള്ള സുനിൽ കുമാർ ഡോക്ടറെ കാണിച്ചത്. എനിക്ക് സുഖമായില്ല. അതിന്റെ മുമ്പൊക്കെ? അതിന് മുമ്പ് പ്രവാര ഡോക്ടർ ഉണ്ട്, ഏതൊക്കെ ഡോക്ടർമാരുണ്ടെങ്കിൽ പേര് കാണിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉള്ളപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? മൈഗ്രെയിൻ ഉള്ളതിനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന, ഛർദ്ദിക്കാൻ വരിക, പിന്നെ സൗണ്ട് കേൾക്കാൻ പറ്റൂല, ലൈറ്റ് കാണാൻ പറ്റൂല, പിന്നെ അങ്ങനെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കണം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കണം എന്നൊക്കെ ഉള്ളൊരു സംഭവമാണ് ഫസ്റ്റ് ഒക്കെ അങ്ങനെയാ വരിക. അതെ, എത്ര വർഷം ഉണ്ടായിരുന്നു ഇത് ഈ ഒരു മൈഗ്രെയിൻ? എനിക്കിപ്പോ ഒരു 3-4 വർഷക്കാരുള്ളതാ സംഭവം. ഇപ്പൊ എനിക്ക് സുഖമുണ്ട്, നല്ല സുഖമുണ്ട്, നല്ല മാറ്റമുണ്ട്. അപ്പൊ ഇവർക്ക് 2-3 വർഷമായിട്ട് ഉള്ള മൈഗ്രെയിൻ ആണ്. അപ്പൊ മൈഗ്രെയിൻ വന്നാൽ ഭയങ്കര ഛർദി ഉണ്ടാവും, അപ്പോൾ ഭയങ്കര തലവേദന ഉണ്ടാവും, എപ്പോഴും ഇങ്ങനെ കിടക്കണമെന്ന് തോന്നിയ ടെൻഡൻസി, ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ ഒരു ഇൻ്റലക്റ്റ് എന്ന സപ്ലിമെന്റ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അവര് ഒരു രണ്ട് ബോട്ടിലായി കഴിച്ചു. 2 ബോട്ടിലാണ് കഴിച്ചത്. ഒരു ബോട്ടിൽ കഴിച്ചപ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും വാങ്ങി കഴിച്ചു. അപ്പൊ 2 ബോട്ടിൽ ഇപ്പൊ കഴിച്ചപ്പോ ഇപ്പൊ മൈഗ്രെയിന്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ യാത്ര ചെയ്താലേ ചെറിയൊരു പ്രശ്നം ഉണ്ടായി, യാത്ര ചെയ്യുമ്പോഴുള്ള പ്രശ്നം അല്ലാണ്ട് ആദ്യം മുൻപുള്ള പ്രശ്നമൊന്നും ഇപ്പൊ ഇല്ല. ഓക്കെ. അപ്പൊ 2 ബോട്ടിൽ കഴിച്ചപ്പോ തന്നെ ഇപ്പൊ യാത്ര ചെയ്യുമ്പോഴുള്ള കൂടുതൽ യാത്ര ചെയ്താൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല. അപ്പൊ മൈഗ്രെയിന് ഇഷ്ടംപോലെ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ മൈഗ്രെയിൻ്റെ. അത് നിങ്ങൾ ഇംഗ്ലീഷിൽ എവിടെ കാണിച്ചാലും അത് കാണിക്കുന്ന സമയത്ത് കുറച്ച് കുറവുണ്ടാവില്ല, അത് പൂർണ്ണമായിട്ട് അത് സുഖമാകുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഇന്റലക്റ്റുള്ള സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ, ഈ സപ്ലിമെന്റ് ഉപയോഗിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇത് മാറ്റാൻ കഴിയും. അതിനുള്ളൊരു ഉദാഹരണമാണ് ഇവർ തന്നെ. അപ്പൊ ഇവർക്ക് 2 ബോട്ടിലാണ് കൊടുത്തത്. ശരിക്കും അതിന്റെ ഒരു കോഴ്സ് ആണ് 3 ബോട്ടിൽ എന്നെങ്കിലും മിനിമം കഴിക്കണം. അന്നപ്പാണ് നമുക്ക് അതിന്റെ നല്ല റിസൾട്ട്. വീണ്ടും വരാതെ നിൽക്കുക ഈ ഒരു 3 ബോട്ടിൽ എടുക്കുമ്പോഴാണ്. അപ്പൊ നിങ്ങളെല്ലാവരും മൈഗ്രെയിനിന്റെ പ്രശ്നമുള്ള ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കെല്ലാം നല്ല ഒരു ഉപകാരപ്രദമാവും ഈ ഒരു സപ്ലിമെന്റ്. അപ്പം നിങ്ങൾക്ക് വീട്ടിലോ കുടുംബത്തിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ, ഇതൊന്ന് പ്രൊമോട്ട് ചെയ്ത് എല്ലാവരും സഹായിക്കും. ഞാൻ 2 ബോട്ടിൽ കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് സുഖമായിട്ടുണ്ട്. 3 ബോട്ടിൽ ഞാൻ കഴിച്ചിട്ട് 3 ബോട്ടിൽ കഴിച്ചാൽ സെറ്റ് ആവും. അതെ, 2 ബോട്ടിലാണ് ഇപ്പൊ ഇവർ കഴിച്ചത്. ഇപ്പൊ തന്നെ ഓക്കെയാണ്. പക്ഷെ ഒരു ബോട്ടിലും കഴിച്ചാൽ 3 ബോട്ടിലാണ് കോഴ്സ് കഴിച്ചാൽ സംഭവം സെറ്റ് ആവും. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നമ്മളെ വെൽ സപ്ലിമെന്റ് ആണിത്. ഇത് ഗുളികയും മരുന്നുമല്ല. അപ്പോൾ നമ്മൾ സപ്ലിമെന്റ് ഉപയോഗിക്കുക, ആരോഗ്യത്തോട് ജീവിക്കുക. ഓക്കെ, താങ്ക് യു.